നമസ്കാരം. ADGP MR അജിത് കുമാർ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അൻവർ നൽകിയ പരാതിയിൽ നടപടിയുണ്ടാകുമെന്ന ഉറപ്പ് എവിടെ നിന്നും ലഭിച്ചിട്ടില്ലെന്ന് PV അൻവർ MLA തന്നെ പറയുന്നുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരായ അൻവറിന്റെ ആരോപണം CPM അന്വേഷിക്കുകയും ചെയ്യും. ഈ ഉറപ്പ് അൻവറിന് MV ഗോവിന്ദൻ നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. അതിനിടെ പിണറായിയെ വീട്ടിൽ നിന്നുമല്ല മുഖ്യമന്ത്രിയാക്കിയതെന്നും പാർട്ടിയാണ് മുഖ്യമന്ത്രിയാക്കിയതെന്നും അൻവർ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ മുഖ്യമന്ത്രിയെ പരോക്ഷമായി ആക്രമിക്കുക കൂടിയാണ് അൻവർ ചെയ്തിരിക്കുന്നത്. ചില രാഷ്ട്രീയ ബാഹ്യ ഇടപെടലാണ് ADGPയെ രക്ഷിച്ചതെന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് മനസ്സിൽ വെച്ചാണ് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ചില സൂചനകൾ അൻവർ ഉയർത്തിയത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയെ നിയമിച്ചത് CPM ആണ്. അതുകൊണ്ട് തന്നെ പരാതി അന്വേഷിക്കാൻ CPMന് കഴിയുകയും ചെയ്യും. അൻവറിന്റെ ആരോപണത്തിൽ കഴമ്പുണ്ടെങ്കിൽ പാർട്ടി നടപടിയും എടുക്കും. CPM സംസ്ഥാന സെക്രട്ടറിയും അൻവറിനെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. സർക്കാരിനെതിരായ വിമർശനം പാർട്ടിയെ ആദ്യം അറിയിക്കണമെന്നായിരുന്നു. പൊതുസമൂഹത്തിൽ ഉന്നയിച്ചത് ശരിയായില്ല. പാർട്ടിയെ ആദ്യം അറിയിച്ചിരുന്നുവെങ്കിൽ P ശശിക്കെതിരെ പോലും നടപടിയെടുക്കാൻ അതിവേഗം കഴിയുമായിരുന്നു. എന്നാൽ പാർട്ടിയും മുഖ്യമന്ത്രിയും തമ്മിൽ ഭിന്നതയുണ്ടെന്ന തരത്തിലെ ഇടപെടൽ ഇനി നടപടിയെടുത്താലും ഉണ്ടാകും. ഇതിലെ പ്രശ്നങ്ങളും അൻവറിനെ ധരിപ്പിച്ചുവെന്നാണ് സൂചന. ADGPക്കെതിരെ അടക്കമുള്ള പരാതി അന്വേഷിക്കാൻ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനെ നിയോഗിച്ചതിലുള്ള അതൃപ്തിയും അൻവർ പ്രകടിപ്പിച്ചു. ഹെഡ്മാസ്റ്ററെ കുറിച്ച് അന്വേഷിക്കുന്നത് പ്യൂണാകരുതെന്നും അങ്ങനെ പോയാൽ അതിന്റെ ഉത്തരവാദിത്തം പാർട്ടിക്കും സർക്കാരിനും ഉണ്ടാകുമെന്നും അൻവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയെ കണ്ട ശേഷം വളരെ കരുതലോടെയായിരുന്നു അൻവറിന്റെ പ്രതികരണം ഉണ്ടായത്. എന്നാൽ പാർട്ടി സെക്രട്ടറിയെ കണ്ട ശേഷം കുറച്ച് ആവേശം അൻവറിന് കൂടുകയും ചെയ്തു. എല്ലാം പരിശോധിക്കുമെന്ന ഗോവിന്ദന്റെ ഉറപ്പ് കൂടി കൊണ്ടാണ് ഈ ആവേശം ഉണ്ടായത്. പിണറായി വിരുദ്ധതയുള്ള പാർട്ടി അണികളും അൻവറിന് പിന്നിൽ അണിനിരക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പിണറായിയുടെ വീട്ടിലേക്ക് പോലും ചർച്ചകൾ എത്തിക്കാൻ അൻവർ ശ്രമിച്ചത്. ഞാൻ ഉയർത്തിയ വിഷയങ്ങളുമായി പൊതുസമൂഹത്തിന് മുന്നിലുണ്ടാകും, അതിൽ ഒരു തർക്കവും ഉണ്ടാകില്ല. ADGPയെ മാറ്റി നിർത്തിയുള്ള അന്വേഷണം വേണമോ എന്ന് സർക്കാരും മുഖ്യമന്ത്രിയുമാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടിക്ക് മുന്നിലും ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ടെന്നും അൻവർ പ്രതികരിച്ചിരുന്നു. ഏതായാലും അൻവർ നൽകിയ പരാതി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ചയാക്കും. വെള്ളിയാഴ്ച യോഗം ചേരുന്നുമുണ്ട്. ഇത് അന്തസ്സുള്ള സർക്കാരും മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ്. അവരുടെ മുന്നിലാണ് എന്റെ പരാതി നൽകിയിട്ടുള്ളത്. ജനങ്ങളുടെ മുന്നിലാണ് ഞാൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ളത്. ഹെഡ്മാസ്റ്ററെ കുറിച്ച് പരാതി നൽകിയാൽ അദ്ദേഹത്തിന് കീഴിലുള്ള അധ്യാപകരും പ്യൂണുമല്ല അന്വേഷിക്കുക. അങ്ങനെയുള്ള ഒരു നയമുണ്ടാകുമോ? ഞാൻ പരാതി നൽകിയിട്ട് ഒരു ദിവസമേ ആയിട്ടുള്ളൂ. അതിന് പഠിക്കട്ടെ, അതിന് നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. ഹെഡ്മാസ്റ്ററെ കുറിച്ച് പ്യൂൺ അന്വേഷിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ഈ പാർട്ടിക്കും സർക്കാരിനും ഉണ്ടാകുമെന്നും അൻവർ പറഞ്ഞിരുന്നു. MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണ സംഘത്തിലുള്ളത് അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥരാണ്. ആ ഘട്ടത്തിൽ എങ്ങനെ നീതിപൂർവമായ അന്വേഷണം നടക്കുമെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അതേ ചോദ്യം തന്നെയാണ് തനിക്കുമുള്ളതെന്നായിരുന്നു അൻവറിന്റെ മറുപടി. അതിന് പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അൻവർ കൂട്ടിച്ചേർത്തിരുന്നു. നന്ദി.